പോവുകയാണ്. ശ്രീ ജോർജ് കള്ളിവയലിൽ നോക്കൂ, ദീപികയുമായിട്ടാണ് പ്രശ്നം. ദീപികയുടെ മാധ്യമം എന്ന പ്രതിച്ഛായ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ദീപിക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പി സി ജോർജ് പറഞ്ഞ ഭാഷ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, എന്താണ് പറഞ്ഞത് എന്നത്. അപ്പോൾ അതാണ് നിലപാട്. സഭയ്ക്കെതിരല്ല, രാഷ്ട്രീയം പറയുന്ന സ്ഥാപനത്തിനെതിരാണ് എന്നാണ് വിശദീകരണം. രണ്ട് മൂന്ന് കാര്യങ്ങള്. ഒന്ന്, പല തെറ്റിദ്ധാരണകളും BJP-യുടെ വക്താവ് പരത്തുന്നുണ്ട്. ഒന്ന്, ദീപിക ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ കഴിഞ്ഞ 36 കൊല്ലമായി അതിനകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. എഡിറ്റോറിയലിലെ ചീഫ് എഡിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രണ്ടാമത്തെ എഡിറ്റർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 25 കൊല്ലമായി ഡൽഹിയിലെ ബ്യൂറോ ചീഫാണ്. അപ്പൊ ദീപികയെ കുറിച്ച് കൃത്യമായി അറിയാമെന്ന് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞു. ദീപികയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു, എഡിറ്ററായി തന്നെ, ഡൽഹിയുടെ ബ്യൂറോ ചീഫാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരു വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും ഒരു സഭയുടെ അല്ല. എന്നാൽ ഇതിനകത്ത് കത്തോലിക്ക സഭയ്ക്ക് ഭൂരിപക്ഷം ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് കത്തോലിക്ക സഭയുടെ മുലപത്രമല്ല, കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സെക്യുലർ ദിനപത്രമാണ്. അത് ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഒന്ന്, പരസ്യം ഉൾപ്പെടെ പി സി ജോർജിന്റെ ഏറ്റവും വലിയ ആക്ഷേപം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ എല്ലാ ദിവസത്തെയും പത്രം, ഞാനിപ്പോ പാലായിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ പത്രവും എടുത്തു നോക്കി. എല്ലാ ദിവസവും അവിടെയുള്ള LDF UDF കാൻഡിഡേറ്റ്സും കൊടുക്കുന്ന അതേ പ്രാധാന്യം പാലായിൽ ഷോൺ ജോർജിനും പൂഞ്ഞാറിൽ പി സി ജോർജിനും അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ കള്ളമാണ്. പിന്നെ BJP-യുടെ പരസ്യത്തിന്റെ കാര്യം പറയുന്നത് കേട്ടു, കോൺഗ്രസിന്റെ പരസ്യം. എന്നാൽ ഞാനിവിടെ ഔദ്യോഗികമായി പറയുന്നു, കോൺഗ്രസ് തന്നതിൽ കൂടുതൽ പണം BJP-ആണ് തന്നത്. ഒന്നാം പേജ് മുഴുവൻ പേജുകൾ പല ദിവസങ്ങളിൽ തന്നു, അര പേജ് തന്നു, 1/4 പേജ് തന്നു. BJP തന്നിടത്തോളം പണം കോൺഗ്രസ് തന്നിട്ടില്ല. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറി നിൽക്കട്ടെ. CPM-ഉം തന്നു, ഇടതുമുന്നണിയും തന്നു. അപ്പൊ ഞങ്ങളൊരു പൊതു പത്രമാണ്, ഞങ്ങൾക്ക് എല്ലാ സമൂഹത്തിലേക്കും ചെല്ലണം. ഇതൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ആദ്യം പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഈ പ്രധാന പോയിന്റുകൾ, ഒന്ന്, ഇവിടെ ഞങ്ങൾക്ക് പി സി ജോർജോ ഷോൺ ജോർജിനോടൊന്നും ഒരു വിരോധമില്ല. വ്യക്തിപരമായി എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ 10-40 വർഷത്തിലേറെയായി ജോർജ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഷോണൊക്കെ എന്നെ സംബന്ധിച്ചോളം പയ്യന്മാരാണ്. ഞാൻ ഇന്നലെയും കണ്ടു. ഈ അച്ഛന്മാരെയും മെത്രാന്മാരെയും തെറി വിളിച്ചിട്ട് ഇന്നലെ പാലാ ബിഷപ്പ് ഹൗസില് ശ്രീ ഷോൺ ജോർജ് മുഴുവൻ മെത്രാന്മാരുടെ മുന്നേ ചെന്ന് കുമ്പിടുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാനും ഉണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പാലായിലെ പഴയ മെത്രാൻ, ഞങ്ങളുടെ മുൻ മെത്രാൻ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയുടെ 100ാമത് പിറന്നാൾ ആഘോഷത്തിൽ മുഴുവൻ ബിഷപ്പുമാരും പങ്കെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പാലാ ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും തൃശ്ശൂർ ബിഷപ്പും അടക്കം, അത് ബോംബെയിലെ കർദിനാൾ മുതൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മുതൽ കർദിനാൾ അടക്കമുള്ളവര്, എല്ലാ പ്രധാനപ്പെട്ട ഒരു 45ഓളം ബിഷപ്പുമാർ മാത്രം പങ്കെടുത്തു. അവിടെ ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണിയും മോൻസ് ജോസഫും അടക്കമുള്ള നേതാക്കൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ മാന്യമായിട്ട് കൂടിപ്പോയി. ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം അവിടെ ഈ ചീത്ത വിളിച്ചവരെന്തിനാണ് ഈ ഒരു ബൊക്കയും പൂച്ചണ്ടുമായിട്ട് അവിടെ വന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് പി സി ജോർജും ചെന്നു. ഇന്ന് പി സി ജോർജ് ഇതേ ബിഷപ്പിനെ പാലാ ബിഷപ്പ് ഹൗസിൽ ചെന്നു. അപ്പോ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിരോധമില്ല. ദീപിക പത്രത്തിനും ഈ പി സി ജോർജ് ഇത് പറയുമ്പോഴും പി സി ജോർജ് ദീപിക പത്രം ഇപ്പോഴും വരുത്തുന്നുണ്ട്, ഇന്നും വരുത്തുന്നുണ്ട്, ഇന്നും വായിക്കുന്നുണ്ട്, കാശ് മുടക്കി വരുത്തുന്നുണ്ട്. BJP ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കാശ് മുടക്കി പരസ്യം ചെയ്യുന്നത് ദീപികയ്ക്ക് വായനക്കാരുള്ളത് കൊണ്ടും ഒക്കെ. പിന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വേണ്ട, ഇവരൊക്കെ ഈ ചീത്ത വിളിക്കുന്നതുകൊണ്ടായിരിക്കും. ഇന്ന് കേരളത്തില് 4 ദിനപത്രങ്ങളാണ് ശമ്പളം മുടക്കമില്ലാതെ പൂർണ്ണമായി ശക്തമായി മുന്നോട്ട് പോകുന്നത്. അതിലൊന്നാണ് ദീപിക. അത് ഞങ്ങൾക്ക് 1 രൂപയുടെ ശമ്പളം കുടിശ്ശികയില്ല. ഇവിടെ ഭംഗിയായി കാര്യങ്ങൾ പോകുന്നു. അതിലൊക്കെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഇവരാരും വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല. പിന്നെ പ്രധാനമായിട്ട് രേണുക മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വിമർശനങ്ങളാകാം, ആർക്കും കത്തോലിക്ക സഭയും വിമർശിക്കാം, ദീപിക പത്രം, പക്ഷെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്താൽ അത് ഞങ്ങൾ പൊറുക്കില്ല, അത് ഞങ്ങളുടെ ജനങ്ങൾ പൊറുക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ കവലച്ചട്ടമ്പികൾ എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ആ കവലച്ചട്ടമ്പികൾ എന്നുള്ള പ്രയോഗം ആരെങ്കിലും സ്വയം ഏറ്റെടുത്തെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല. അവിടെ ഹിറ്റ്ലറുടെയും നാസിയുടെയും മുതൽ ഡൊണാൾഡ് ട്രംപിന്റെ വരെയുള്ള അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്.
അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു വാക്ക് പോലും ദീപിക എഴുതി തെറ്റില്ല. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ കവലച്ചട്ടം ഇത്തരമായിട്ട് ആരെങ്കിലും വന്നാൽ അത് കണ്ട് പേടിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുറെ കൂടെ ശക്തമായി ഞങ്ങളുടെ നിലപാടുകൾ, മതേതര നിലപാടുകൾ, രാഷ്ട്രീയ ഒരു കക്ഷി ചേരാതെയുള്ള നിലപാടുകൾ, എന്തായാലും കവലച്ചട്ടമ്പി രാഷ്ട്രീയ അവസരവാദി പ്രയോഗങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് തന്നെ ആയിരിക്കും നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത് സിറിയക്ക് നോക്കൂ, ഇവിടെ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഇത് മാറുന്നുണ്ട്. ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സംരക്ഷണം ഒരുക്കും എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ പിന്തുണയോടെയാണ് ഈ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നടക്കുന്നത്. അതിന് ചെറുക്കാൻ UDF മുന്നിൽ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ BJP പറയുന്നു പാലാ ബിഷപ്പിന്റെ നേരെയുണ്ടായ പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധത്തെ നേരിടാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന കാര്യം. ആ സമയത്ത് ഈ VD സതീശനെയും കണ്ടില്ല, CPMന്റെ ആരെയും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു മാധ്യമവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഞങ്ങൾ ബിഷപ്പിനോ സഭയ്ക്കോ എതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ മയപ്പെടുത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഊളന്മാർ എന്ന് വിളിച്ച ദീപികയുടെ മാനേജ്മെന്റിനെയാണോ? പിന്നെ അങ്ങ് ചോദിച്ചു കവലച്ചട്ടമ്പി എന്ന് വിളിച്ചാൽ അത് PC ജോർജിനെ അങ്ങ് അധിക്ഷേപിച്ചു കളഞ്ഞു ദീപിക എന്ന് പറഞ്ഞാൽ ഒരു മെത്രാനെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഹിസ് എക്സലൻസി എന്നാണ് ഈ മെത്രാന്മാരെ അഭിസംബോധന തന്നെ ചെയ്യുന്നത്. അപ്പോ അഭിവന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ഉണ്ടാവുക. ആ അഭിവന്ധ്യ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ ഊളന്മാർ എന്ന് വിളിച്ചാൽ അയാളെ പിന്നെ കവലച്ചട്ടമ്പി എന്നല്ലാതെ പിന്നെ മാന്യദേഹം എന്ന് വിളിക്കണോ? അതാണോ അങ്ങ് അല്ലെങ്കിൽ BJP ആവശ്യപ്പെടുന്നത്? രണ്ടിവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും പരാമർശങ്ങൾ അത് വ്യക്തിപരമാണ്. അതെങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റുക? ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പരാമർശത്തെ അത് വീട്ടിൽ ഇരുന്നപ്പോൾ തോന്നിയതാണേ, അങ്ങനെ അങ്ങ് പറഞ്ഞതാണേ എന്ന കണക്കിന് പറഞ്ഞിട്ട് നാളെ രാവിലെ വന്ന് കുമ്പിട്ട് ഇപ്പൊ നേരത്തെ ജോർജ് സാറ് പറഞ്ഞതുപോലെ കുനിഞ്ഞ് കയ്യിലെ മുദ്രമോതിരം മുത്തി തിരിച്ചു പോകാൻ ഷോൺ ജോർജിനെയും PC ജോർജിനെ പോലെയുള്ള തൊലിക്കട്ടി ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏത് മൃഗത്തോട് ഉപമിച്ചാലാണ് PC ജോർജിനെയൊക്കെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, അത് കാണ്ടാമൃഗമാണ്. അത്രമാത്രം തൊലിക്കട്ടിയാണ്. മിനിഞ്ഞാന്ന് ഇലക്ഷന്റെ തലേ ദിവസം ഊളന്മാർ എന്ന് വിളിച്ച ഒരാൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വോട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ നടപടിയാകോ? ഇപ്പൊ ഞാൻ നാളെ ഈ ചർച്ചയിലിരുന്ന് രേണുവിനെ പറയാണ് രേണു ഒരു ഊളയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ കഴിഞ്ഞ് തൊട്ട് രേണു എന്നെ ചർച്ചയ്ക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.